അതിരപ്പള്ളിയിൽ നിന്നും വനം വകുപ്പ് തുരത്തുന്ന കാട്ടാനകൾ എറണാകുളത്തെ അയ്യമ്പുഴ പഞ്ചായത്തിലെത്തി നാശം വിതയ്ക്കുന്നതായി നാട്ടുകാർ. പോർക്കുന്നുപാറ, ഒലിവ് മൗണ്ട് മേഖലകളിലാണ് കാട്ടാനകൾ ഭീതി വിതയ്ക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം വീടിനടുത്ത് നിൽക്കുകയായിരുന്ന മൂലൻ ആൻഡു എന്നയാളെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ആൻഡു രക്ഷപ്പെട്ടത്. 2 ദിവസമായി പല ഭാഗങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. വ്യാപകമായ കൃഷിനാശമാണ് പലയിടങ്ങളിലും. ഇപ്പൊ ഈ ഇവിടെ വന്ന് ആന പറയുന്നത് ആളെ കൊല്ലിയാണ്. 3 4 കൊന്നേണ ആനയാണ് ആന ഇവിടെ വന്നത്. അത് അവിടെ നിന്ന് ഓടി വന്നിട്ട് ഞാൻ ഓടി എന്റെ വീട്ടിൽ കയറിയിട്ട് ആന ഇവിടെ വന്ന് തിരിയാണ്. നമ്മളെ കിട്ടിയില്ല. ആ ഒരു ഇതില് തിരിഞ്ഞ് ആന അങ്ങോട്ട് പോയ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് കുറഞ്ഞ ഫോൺ എടുത്തില്ല. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വനം വകുപ്പ് പ്രത്യേക ദൗത്യം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് നിന്ന് തുരത്തുന്ന ആനകളാണ് എറണാകുളത്ത് എത്തുന്നത്. പ്ലാന്റേഷൻ പ്രദേശത്ത് കൃഷി സംരക്ഷിക്കുന്നതിനായി വൈദ്യുത വേലികളുള്ളതിനാൽ പലയിടങ്ങളിലേക്കും കാട്ടാനകൾക്ക് കയറാനാകുന്നില്ല. അതുകൊണ്ടാണ് കാട്ടാനകൾ എറണാകുളത്ത് എത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പിന്റെ സേവനം യഥാസമയം കിട്ടുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. മീഡിയ 1, കൊച്ചി.